DIG ബൽറാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായ സിൻസിയർ പോലീസ് ഓഫീസർ മാഫിയകൾക്ക് ബലിയായത് റിയലി അൺഫോർച്ചുനേറ്റ്. മിസ്റ്റർ ബൽറാമിന്റെ ടീമിൽ പ്രവർത്തിച്ചിരുന്ന യങ് ഓഫീസർ ആദി വിൽ ഷെയർ ഹിസ് മെമ്മറീസ് വിത്ത് us. Come from inspiration. അനവധി യങ് ഓഫീസേഴ്സിന് അദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ആ ബൽറാം സാറിന്റെ മരണത്തിന് കാരണമായ ബാദ്ഷയെ പിടിക്കുകയാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്റെ പ്രാണൻ പോലും ഞാൻ കൊടുക്കും. ഇത് സത്യം. എന്തുപറ്റി മാം? ബാലൻസ്ഡ് ആയിട്ടുള്ള മാം അൺബാലൻസ് ആയി പോയല്ലോ. പിന്നെ അയാൾ നിങ്ങളെ അപമാനിക്കല്ലായിരുന്നു. അയാൾക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് എല്ലാവരെയും അപമാനിക്കും. അയാളോട് ശോഭിക്കാൻ വേറെയും കാരണമുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്നേ? രാംരാജ് പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ വേറൊന്നും അന്വേഷിക്കണ്ട, അത്ര തന്നെ. ലക്ഷ്യം നേടുന്നവരെ ബാദ്ഷയെ ഒരു ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. If you won't tell me about Badshah, I will kill you. You want to kill me? Kill me. Kill me. ഒരിക്കൽ അണ്ടർവേൾഡിൽ സെൻസേഷൻ സൃഷ്ടിച്ച ബാദ്ഷാ ഇപ്പോൾ മൗനം പാലിക്കുന്നതിന്റെ കാരണം അറിയണമെങ്കിൽ മക്കായോയിലെ റോയൽ കാസിനോയെ കുറിച്ച് അറിയണം. ബാദ്ഷയുടെ പിതാവ് ധൻരാജ് ആയിരുന്നു റോയൽ കാസിനോയുടെ നടത്തിപ്പുകാരൻ. സാധുബായിയുടെ വരുമാനത്തിന്റെ 50% ഈ റോയൽ കാസിനോയിൽ നിന്നായിരുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവൻ പിടിച്ചടക്കിയ സാധുബായിക്ക് പക്ഷേ ഹോങ്കോങ്ങിൽ കാലുകുത്താൻ ധൈര്യമുണ്ടായില്ല. അതിന് കാരണം വയലന്റ് വിക്ടറും അവന്റെ മകൻ റൂത്ത്ലെസ് ജോണിയുമായിരുന്നു. ഹോങ്കോങ് താവളമാക്കി ഇന്ത്യയിൽ ഡ്രഗ്സും പെൺവാണിഭവും നടത്തിയിരുന്ന വിക്ടർ ധൻരാജിന്റെ കാസിനോയിൽ കണ്ണുവച്ചു. അജയ്, യെസ് ബോസ്. ഹോങ്കോങ് വിക്ടറിന്റെ ഏരിയ. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു വേണം. റിമെമ്പർ, വിക്ടർ ഈസ് വെരി ഡേഞ്ചറസ്. ശരി ബോസ്. Stop, stop, stop. Come on, get down. കുടുങ്ങിയോടാ ധനരാജിന്റെ സന്തതി. ആ ലോക്കറിന്റെ കോഡ് നമ്പർ എത്രയാടാ? പറടാ, പറഞ്ഞില്ല കടുത്ത് കണ്ടിക്കും ഞാൻ. 2005 1983. ഇതാരുടെ ബർത്ത്ഡേ ആടാ? എടാ ജോണി, ഞങ്ങളുടെ ക്യാഷ് ഫയൽസിന്റെ ഡീറ്റെയിൽസ്, വാൻ വരുന്ന റൂട്ട്, ലോക്കറിന്റെ കോഡ് എല്ലാം നീ അറിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ധൻരാജിന്റെ ടൈഗർ ടൈപ്പ് മകൻ സമീപകാലത്ത് ഫീൽഡിൽ ഇറങ്ങിയ കാര്യം നീ അറിയാതെ പോയി. അതാണ് നിനക്ക് പറ്റിയ വലിയ തെറ്റ്. ആ ടൈഗറിന്റെ പേരാണ് ബാദ്ഷാ. ബാദ്ഷയെ ടച്ച് ചെയ്താൽ അവന്റെ സൗണ്ട് പോലും പിന്നെ കേൾക്കില്ല. ഏയ്, ഇത് ഹോങ്കോങ് ആണടാ. എന്റെ ഫാദർ വിക്ടറിന്റെ ഏരിയ. പിച്ച് നിന്റേതാണെങ്കിലും മാച്ച് എന്റേതാടാ.
ബോൽ തെറ ബബ്കോ ബാദ്ഷാ ആ ഗയാ. ബാദ്ഷാ ഡിസൈഡ് ചെയ്താൽ വാർ വൺ സൈഡ് ആയിരിക്കും. വിക്ടറിന് കൊടുത്ത കനത്ത ആഘാതം. ബാദ്ഷാ, എന്റെ മകൻ. ഇപ്പോഴെന്റെ മകൻ വളർന്നെന്ന് എനിക്ക് ബോധ്യമായി. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് അവർക്കും. ഫസ്റ്റ് ടൈം നീ വിക്ടർ ഗാങ്ങിനെ ഹോങ്കോങ്ങിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു. ഡേ ഗണേഷ്, നീ എന്താ ടെൻഷനായിരിക്കുന്നത്? നാളെ ചേട്ടത്തിയുടെ ജന്മദിനമാണ്. പതിവ് പോലെ എല്ലാ വർഷവും നടത്താറുള്ള ഉദയാസ്തമയ പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ടെമ്പിൾ വിക്ടറിന്റെ ഏരിയയിലാണ്. ഈ സിറ്റുവേഷനിൽ അങ്ങോട്ട് പോകുന്നത് അത്ര ശരിയല്ല. അങ്കിൾ, കൊടുത്ത വാക്കും പറഞ്ഞ ഡേറ്റും തെറ്റിക്കുന്നത് ഒരിക്കലും ആണുങ്ങൾക്ക് ചേർന്നതല്ല. അതല്ല ബാദ്ഷാ. മരണമെന്ന ഭയത്തവരെ ഭയപ്പെടുത്തുന്നവനാണ് ബാദ്ഷാ. നമ്മുടെ ജോണി അടിച്ച ബാദ്ഷാ നമ്മുടെ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഓം വെങ്കടാതിരിവാസ ഓം. വേഗം പോ. ഓം നമോ തസ്മൈരിവാസ ഓം നമോ. വേഗമാകട്ടെ. ബാദ്ഷാ, നിന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ എന്നാൽ കഴിഞ്ഞില്ല. ഇപ്പൊ സാഹചര്യം വന്നപ്പോ അവൾ എന്നോടൊപ്പം ഇല്ലതാനും. എവിടെ ബാദ്ഷാ? അവൻ പോയി. എന്താണ് അവനെ വിട്ടത്? അവനെ കണ്ടിട്ട് പേടി. വിക്രം ബോൽ. ठीक है. 2 വർഷത്തിനപ്പുറം സാധുഭായി സഡനായിട്ടൊരു മീറ്റിംഗ് വെച്ചിരിക്കുന്നു. വൺ മോർ തിങ് ബാദ്ഷാ, നിന്നെയും കൂടി കൂട്ടിക്കൊണ്ടില്ല. സാധുഭായി ഒരിക്കലും ലാസ്റ്റ് മിനിറ്റ് വരെ മീറ്റിംഗിന്റെ സ്പോട്ട് പറയാറില്ല. വി ഹാവ് ടു വെയിറ്റ് ഫോർ ഹിസ് കോൾ. സാധുഭായി, എന്റെ മകൻ ബാദ്ഷാ. ഏത് രാജ്യത്തെ? എന്റെ അച്ഛൻ ഗുസ്തി മത്സരത്തിൽ ജയിച്ച് ബാദ്ഷായപ്പോഴാണ് ഇവൻ ജനിച്ചത്. അന്നു മുതൽ ഇവന്റെ യഥാർത്ഥ പേരുമാറ്റി ബാദ്ഷാ എന്ന് വിളിക്കാൻ തുടങ്ങി. ധൻരാജ്, 20 വർഷമായി നിങ്ങൾ എന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എനിക്ക് വിശ്വാസം. കള്ളം. സത്യമായിരുന്നെങ്കിൽ പിന്നെ ഈ ചെക്കിംഗ് എന്തിനായിരുന്നു? ഇറ്റ്സ് എ പ്രോട്ടോകോൾ. ദാറ്റ്സ് നോട്ട് എ പ്രോട്ടോകോൾ. ഭയം. വിക്ടറിന്റെ ഗ്യാങ്ങിൽ ചെന്ന് അവരുടെ ജോണി അടിച്ചപ്പോൾ തന്നെ നിന്റെ ഗട്ട്സ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു അവസരം ഞാൻ നിനക്ക് തരാം. നീ അവസരം തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് യുവർ മഗ്നാനിമിറ്റി, ഇറ്റ്സ് യുവർ നെസസിറ്റി. പണിയെന്താ? കെനിയിൽ നിന്ന് എനിക്ക് ഡെലിവറി ചെയ്യാൻ കണ്ടെയ്നറുമായി വന്ന ആന്റണിയെ വിക്ടറിന്റെ ആളുകൾ കിഡ്നാപ്പ് ചെയ്തു. നീ ഉടനെ അവനെ റിക്കവർ ചെയ്യണം. കാരണം ആ കണ്ടെയ്നർ വളരെ വിലപ്പെട്ടതാ. ഹൗ മച്ച്? മോർ ദാൻ മെക്കോ. എന്റെ പെർസെന്റേജ് എത്ര? കണ്ടീഷൻ ഫിക്സ് ചെയ്യും. Boys, drop your guns. Badsha, you too. Badsha, leave him. ബാദ്ഷാ, വിട്ടേരെ. Badsha, deal okay. നീ ആന്റണി റിക്കവർ ചെയ്താൽ മെക്കാവിന് നിനക്ക്
but it is very dangerous. മറ്റെന്തിനേക്കാളും ഡേഞ്ചറസ് ആണ് ബാദ്ഷാ.